തരുണിമണികൾ ഒന്നൊഴിഞ്ഞാട്ടെ, ഈ മഹാകവി ഒന്നിറങ്ങിക്കോട്ടെ. ഒന്നും നടന്നില്ല. ഓടോ, ബസ്സിനെ ടിക്കറ്റ് എടുത്തില്ല, പിന്നെ ലോട്ടറി ടിക്കറ്റ്. അതെ, ഒരു പൈന്റ് സോഡ വേണ്ട. അല്ല, ഒരു സോഡ തണുപ്പ് വേണ്ട. സാറിന് ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. കലയും സാഹിത്യവുമായി അത്ര ബന്ധം പോരല്ലേ? അരസികേഷു കവിത്വ നിവേദനം മമ ശിരേഷു ന മാലിക മാലിക എന്നാണല്ലോ. എന്ന് വച്ചാൽ എനിക്കും വലിയ പിടിയില്ല. ഞാനാണ് സാക്ഷാൽ ജൂനിയർ ONV. ഈ ONV കുറിപ്പ് അതാര്? ആ പാട്ട് എഴുതുന്ന ആള്. അങ്ങനെ ഒരാളുണ്ടോ? അത് ഞാനല്ല. ഞാൻ ചളിങ്ങാട് ജോഷേ. നിരവധി ആൽബങ്ങൾക്കും നാടകങ്ങൾക്കുള്ള ഗാനങ്ങൾ ഈ സീറോ പേനയിൽ നിന്നാണ് അടർന്നു വീണിട്ടുള്ളത്. കേട്ടിട്ടില്ലേ? കറുത്ത പെണ്ണെ പോ, വെളുത്ത പെണ്ണെ വാ, എൻ ജീവരാഗമേ പ്രളയനേ. എല്ലാം ഇതിന്നാ. ബൈ ദ ബൈ, ഈ ജയഭാരതി തിയേറ്റേഴ്സിന്റെ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നെന്നറിഞ്ഞു. മനസ്സിനെ പുളകമണിയിക്കുന്ന നല്ല 4 വരികൾ ഈ തിരക്കിനിടയിൽ അവർക്ക് വാരി വിതറിയിട്ട് പോകാമെന്ന് കരുതി. അവരുടെ ലാവണത്തിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ. ഓ, ഭാഷാ പരിജ്ഞാനം ഇല്ലല്ലേ? അണ്ണ അവരുടെ വീട്ടിൽ പോണ വഴി ഇതിനെ അങ്ങോട്ട് പോയാൽ മതി. അവര് നല്ല പരിചയം. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ സോഡ അവരുടെ പറ്റിലെഴുതിക്കോളൂ. ഈ പഴോ എന്തായി പവിത്ര സ്ക്രിപ്റ്റ്? എത്ര പാട്ടിനുള്ള സ്കോപ്പ് ഉണ്ട്? ഒന്നനങ്ങി തുടങ്ങി. പക്ഷേ ഈ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അവരെ കന്തം വിടുകയോ വിടാതെയോ നിൽക്കട്ടെ. ഈ നാടകമാകുമ്പോ ഒരു കഥയുണ്ടാകുമല്ലോ. കഥയാകുമ്പോ ഒരു പ്രേമം ഉണ്ടാവുമല്ലോ. കറക്റ്റ്. പ്രേമമാകുമ്പോ തീർച്ചയായിട്ടും ഒരു പാട്ടുണ്ടാവും. ദേ ഇങ്ങോട്ട് നോക്കിയേ. നല്ല കിണ്ണം കാച്ചിയ പ്രണയഗാനം ഒരെണ്ണം ഈ സീറോ പേനിൽ നിന്നും അടർന്നു വീണിട്ടുണ്ട്. ഞാനതിന് വാരി എടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ തരാം. ഈ നാടകത്തിൽ പ്രേമം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ തന്നെ ആ കുട്ടിക്ക് പ്രേമിക്കാൻ എവിടെ നിന്ന് നേരം? അത്രയേറെ പ്രശ്നങ്ങളുണ്ട് അതിന്റെ തലയിലേ. എന്നാ പിന്നെ കുറുനടത്തി മുങ്ങിയ ചേട്ടൻ പ്രേമിക്കട്ടെ. ഞാനാണല്ലോ മുങ്ങിയിട്ട് പൊങ്ങുന്നത് മറ്റൊരു നാട്ടിൽ സുന്ദരിയായ മദാലസോടൊപ്പം. പാറ്റിനുള്ളിൽ 4-5 വാരിപ്പിണറിലും 5-6 ലൈറ്റ് ഓഫും. നല്ല പഞ്ചികായിരിക്കും. നാട്ടുകാര് നല്ല പഞ്ചായിരിക്കും. ഈ പ്രണയത്തെ കുറിച്ച് നിനക്കൊക്കെ എന്തറിയാം? ഈ പ്രേമം എന്ന് പറയുന്നതാണ് പ്രണയം. പ്രണയം എന്ന് പറയുന്നതാണ് പ്രേമം. ഈ സമസ്ത പ്രപഞ്ചത്തിന്റെയും സ്പന്ദനവും ചലനവുമാണ് പ്രണയം. വിരുദ്ധ ലൈംഗികതയുടെ രസതന്ത്രം മാത്രമാണ് പ്രണയം. ഒരു മിനിറ്റ്. പ്രണയത്തിന്റെ ബലിക്കലിൽ ഹൃദയം പറിച്ച് നേദിച്ച ധീര കമിതാക്കൾ പോലും പ്രണയത്തിന് മുൻപിൽ പകച്ചു നിൽക്കുകയാണ്. പ്രണയമില്ലാത്ത മനസ്സ് ശൂന്യമായ പ്രണയബോധമില്ലാത്തവന്മാര്. ഇവരൊന്നും സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയിട്ടില്ലല്ലോ. നായികയ്ക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ച് അവൾക്കെന്താ പ്രേമിച്ചൂടെ? അവള് പ്രേമിക്കട്ടാ. എന്നിട്ട് അവൾ പ്രണയ പരവശയായി ഏകാന്തതയിൽ നിലാവ് നോക്കിയിരുന്ന് ഒരു 2 പാട്ടങ്ങ് പാടട്ടെ. പ്രേമം നടക്കുമെന്ന് തോന്നുന്നില്ല. പവിത്ര, പ്രേമം ഉണ്ടെങ്കിലേ കഥയ്ക്കൊരു ട്വിസ്റ്റ് ഉള്ളൂ. പക്ഷെ അവളൊന്ന് പ്രേമിച്ച് കിട്ടാൻ എന്തോ ഒരു വഴി. അതിനല്ല ഈ ജൂനിയർ ONVയുടെ ഗാനങ്ങൾ. പ്രേമിച്ചവർക്കും പ്രേമിക്കാത്തവർക്കും പ്രേമിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും പ്രേമിക്കാനും പ്രേമിപ്പിക്കാനും പറ്റിയ പലതരം പാട്ടുകൾ ഈ കൊക്കട സഞ്ചിയിലുണ്ട്. ഇത് ദർശിച്ചാലും എന്നിട്ട് എത്രയും വേഗം നായികയെ പ്രണയിപ്പിക്കൂ. അല്ലെങ്കിൽ ആ പാവം പട്ടിണി ഇറന്ന് ചാവും. ആര്? ഞാൻ. വയറ്റിപ്പഴപ്പണനിയെ ഉപദ്രവിക്കരുത്. പ്രണയിപ്പിക്കേ പ്ലീസ്. ഈ സൂപ്പർ സ്റ്റാർ നടന്മാരൊക്കെ സ്ക്രിപ്റ്റ് ശ്രദ്ധിക്കണമെന്നാ. ഇനിയിപ്പോ സ്ക്രിപ്റ്റ് തിരുത്താത്തോണ്ടാണോ ഞാൻ സൂപ്പർ സ്റ്റാർ ആവാത്തത്? എന്നാ പിന്നെ തിരുത്തി ഞാൻ മലയാള നാടക വിധത്തിൽ സൂപ്പർ സ്റ്റാർ ആവും. എന്താണ് ഇവന് എഴുതി വെച്ചേക്കണത്? രംഗം 3 സത്യാസമയം. കുറുനടത്തി പൊളിഞ്ഞ അച്ഛൻ നാടുവിടാൻ തന്നെ തീരുമാനിച്ചു. അയാൾ കട്ടിൽ കിടന്ന അമ്മയുടെ കായൽ തൊട്ട് വന്ദിച്ച് പുറത്തേക്ക് ഇറങ്ങി. ചേട്ടൻ പോകുന്നത് നിറകണ്ണുകളോടെ നോക്കി നിൽക്കുന്ന കെട്ടുപ്രായ കഴിഞ്ഞനുജത്തി. വികാരങ്ങളിലെ വിസ്ഫോടനങ്ങളോ വിജൃംഭതകളോ ഇല്ലാത്ത വൃത്തികെട്ട സ്ക്രിപ്റ്റ്. ഇത് അഭിനയിക്കാനൊന്നും ഈ സുഗുണം മൂത്തുന്നത്തെ കിട്ടില്ല.
മൊത്തം പൊളിക്കേണ്ടി വരും. രംഗം 3 സന്ധ്യാസമയം. പിന്നെ സന്ധ്യക്കല്ലൊരുത്തം പുറത്തിറങ്ങണത്. സന്ധ്യ വേണ്ട, നട്ടുച്ച. വീട് വിട്ടു പോകുന്നതിന്റെ സങ്കടം സഹിക്കാനാവതെ അയാൾ അനിയത്തിയായി അഭിനയിക്കുന്ന കോമളയെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് തേങ്ങി തേങ്ങി കരഞ്ഞു. ഹായ് ഫാന്റാസ്റ്റിക്. അജയൻ പോകുന്നത് നിറകണ്ണൂരുടെ അമ്മ കട്ടിൽ കിടന്ന് കണ്ടു. അവിടെ അജയൻ പുറത്തേക്ക്. അങ്ങനെ ഒറ്റയടിക്ക് വീടിട്ട് പോകണ്ട. പിരിയാനുള്ള വിഷമം കൊണ്ട് 2 കൈകൾ നീട്ടി അവൻ വീണ്ടും കോമള കരികിലേക്ക്. കോമളം, എനിക്ക് പിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല കോമളം. കോമളം, നിനക്കെന്താ ഇവിടെ കാര്യം? എഴുതി തീരുന്നത് വരെ ഈ സ്ക്രിപ്റ്റിൽ കൈകൊണ്ട് തുടരുന്നു. നിന്റെ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള വെക്കവിടെ. ഈ സ്ക്രിപ്റ്റിൽ ഞാൻ തൃപ്തനല്ല. ഞാൻ തിരുത്തിയത് എന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. നിന്റെ ഒരു പൂർണ്ണത. നിന്റെ തിരുത്തൽ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയടാ. കൂടെ അഭിനയിക്കുന്നത് ഏത് സ്ത്രീ കഥാപാത്രമാണെങ്കിലും അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയണം. പാടത്ത് മണ്ണ് കളയ്ക്കാൻ പോകുന്ന കിളവന്റെ വേഷമാണെങ്കിലും കോട്ടും സൂട്ടും ഇട്ട് ഇംഗ്ലീഷ് പറയണം. അതിനൊക്കെ നീ വേറെ സ്ഥലം നോക്കിയാൽ മതി. ഈ തട്ടിൽ വേണ്ട. ഈ സ്ക്രിപ്റ്റിലെങ്ങനെ നീ കൈകൊണ്ട് തൊട്ടാൽ ആ കൈ ഞാൻ വെട്ടും. നിന്നൊറ്റും അങ്ങനെ നിനക്ക് വെട്ടിക്കളിക്കാനുള്ളതല്ല എന്റെ ഈ കൈകൾ. മലയാള നാടകവേദിയിലെ ഒട്ടനവധി തരുണീ മണികളെ ആലിംഗന ബദ്ധരാക്കാനുള്ളതാണ് ഈ കൈകൾ. ഇന്നലെ നിന്റെ ചാനാപ്പുളി ക്രിപ്റ്റി നീ എഴുതിക്കോ. രംഗം 3 സന്ധ്യാസമയം. പിന്നൊരു കാര്യം പറഞ്ഞേക്കാം. ഈ പാടത്തിലൂടെ പോകുന്ന ഏതെങ്കിലും ഡാക്കിരി ഡൂക്കിരി ചൂണ്ടക്കാരന്റെ വേഷമാണ് എനിക്കെങ്കിൽ എങ്കിൽ ഒരു ചൂണ്ടക്കാരി നായികയായിട്ട് വേണം. നിന്റെ മൂത്തുകൊന്ന് ഇടിച്ചു പൊളിച്ച് ഞാൻ അണ്ടിപ്പള്ളിക്കാവാക്കുവേ. തോപ്പിൽ ഭാഷ പോലും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെയാണോ? എന്താ അവിടെ ഒരു ബഹളം? എന്താണ് ഉണ്ടായത്? ഇവനെയൊക്കെ ഇവിടുന്ന് പറഞ്ഞയച്ചാലും മനുഷ്യന് സ്വസ്ഥമായിട്ട് എഴുതാൻ പറ്റും. ആളിയൻ ധൈര്യമായിട്ട് എഴുതിക്കോ. മൂത്ത കുന്നത്തിന്റെ കേസ് തൂത്തുകുടിക്ക് വിട്ടേരെ. ഒരു പുഷ്പം പറിച്ചുകളെന്ന ലാഘവത്തോടെ അവനെ ഞാൻ ഒന്ന് പറിച്ചുകളെ. എങ്കിൽ അളിയൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ആദ്യത്തെ ഉപകാരമായിരിക്കും. അങ്ങനെ പറയാം. അളിയന്റെ പെങ്ങളെയും കെട്ടിയില്ലേ, അതുപോലെ ഈ ത്യാഗവും ഞാൻ ഏറ്റെടുക്കും. തൂത്തുക്കുടിയുടെ അടുത്ത കളി. സൂണ, നിനക്ക് സൂപ്പർ സ്റ്റാർ ആകണമല്ലേ? നിന്നെയല്ല, നിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ അമ്മൂമ്മയുടെ അമ്മൂമ്മേനെയും വരെ ഓടിക്കാനുള്ള വിദ്യ ഈ തൂത്തുക്കുടിയിലുണ്ട്. ഒരു തിരുത്തൽവാദി വന്നിരിക്കുന്നു. തിരുത്തൽവാദി. എങ്ങോട്ടി വാ. ഇടഞ്ഞാൽ ഉണ്ണിയാർച്ച ഞാൻ അവന്റെ കോതമംഗലത്ത് നിന്ന് തൃശൂർ പൂരം നടക്കും. എലഞ്ഞിത്തറ മേളം തുടങ്ങി. നല്ല പോച്ചിനോ. എന്റെ ഡിപ്പാർട്ട്മെന്റ് തകർത്തവന്റെ ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറിനുള്ളിൽ ഞാൻ തകർക്കും. അന്തിക്കാട് മുത്തപ്പനാണ് സത്യം.